പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, വചനദീപ്തി ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും ദൈവത്തിൻ്റെ വചനം എത്തിക്കുവാൻ വചനദീപ്തി എന്ന ഈ ഒരു ശുശ്രൂഷയിലൂടെ അനേക ഹൃദയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വചനം എത്തിക്കുന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളും സ്നേഹവും കരുതലും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. വീണ്ടും ഒരു ക്രിസ്മസിൻ്റെ കാലഘട്ടം നമ്മളെ തേടി വരികയാണ്. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഏറ്റെടുക്കുന്ന ഒരു വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാകുന്ന ഈ ക്രിസ്മസിൻ്റെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ കൃപയും കരുണയുമാണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിലേക്ക് വഴി നടത്തിയത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാം. ഇന്ന് ഒരു ക്രൈസ്തവ വിശ്വാസികൾ മാത്രമായി ഈ ഒരു സന്തോഷത്തെ ഏറ്റെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ലോകം മുഴുവനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ ഈ സദ്വാർത്ത ജനം അല്ലെങ്കിൽ ലോകം തിരിച്ചറിയാതെ കടന്നു പോകുന്നതിൻ്റെ ഒരു വേദന ഉള്ളിലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു സത്യത്തെ ഒരു ദൈവം തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ച് ലോകത്തെ അത്രമാത്രം സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ കരുണയുടെ ഒരു പ്രതിഫലനത്തെ ലോകം ഏറ്റെടുക്കാതെ കടന്നു പോകുന്നതിൻ്റെ ഒരു വേദന ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് തുടങ്ങുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ലോകം ഇന്ന് ആഘോഷത്തിൻ്റെ തിമിർപ്പിലൂടെ കടന്നു പോവുകയാണ്. വർണ്ണ കാഴ്ചകളും നിരവധിയായ നക്ഷത്ര വിളക്കുകളും നിരവധി ദീപാലങ്കാരങ്ങളുമൊക്കെയായി ലോകം ഒരു സന്തോഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഈ കാലഘട്ടവും ഒരു ആഘോഷമാക്കുവാൻ ലഭിച്ചതിൻ്റെ സന്തോഷം ഏറ്റെടുത്ത് എന്തിനേറെ പറയുന്നു, പലതരത്തിലുള്ള ആഘോഷങ്ങളിൽ ഇത് ഒതുങ്ങിപ്പോവുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം എന്താണ് ഇതിലൂടെ അർത്ഥമാക്കുക എന്ന് നമുക്കൊന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇന്ന് യാഥാർത്ഥ്യമാകുമ്പോൾ, യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം ഒരു 600 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം ലോകത്തോട് ഇങ്ങനെ സംസാരിച്ചു. ഒരു പ്രവചനം കടന്നു വരികയാണ്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനം ഒരു വലിയ മഹത്തായ പ്രകാശം കണ്ടു എന്നാണ് വചനം വ്യക്തമാക്കുക. അതിങ്ങനെ തുടരുകയാണ്. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ ഒരു പ്രകാശം കണ്ടു എന്ന് വചനം വ്യക്തമാക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇവിടെ ജനം അന്ധകാരത്തിലാണ്, പക്ഷെ അവര് ഒരു പ്രകാശം കാണുകയാണ്. ദേശത്ത് കൂരിരുട്ടാണ്, പക്ഷെ അവരുടെ ഇടയിൽ ഒരു പ്രകാശം ഉദിക്കുകയാണ്, ഒരു ദീപ്തി ഉദിക്കുകയാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, എവിടെ അന്ധകാരമുണ്ടോ അവിടെ പ്രകാശം അല്ലെങ്കിൽ ഒരു വെളിച്ചം കടന്നു വരേണ്ടത് ഒരു അനിവാര്യമായ ഘടകമാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനമെന്ന് പറയുക ഒരു അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തെ പ്രകാശിപ്പിക്കുവാനാണ് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കാതെ കടന്നു പോകുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ആത്മീയമായ അന്ധതയിലേക്ക് ലോകം കടന്നു പോകുന്നത് കൊണ്ടാണ് ഇതിൻ്റെ അകത്ത് ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സത്യത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ കടന്നു പോകുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുക, 2 കൊരിന്ത്യൻസ് 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ സെന്റ് പോൾ ഇങ്ങനെ പറഞ്ഞു വെച്ചു, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കി. എന്നിട്ട് തുടരുകയാണ്, തന്നിമിത്തം ദൈവത്തിൻ്റെ
പ്രതിരൂപമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ മനസ്സിനെ സാത്താനിക മണ്ഡലങ്ങൾ അന്ധമാക്കി എന്ന് വചനം വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമാകാതെ കടന്നുപോയി എന്ന് വചനം വ്യക്തമാക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ 9-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് പറഞ്ഞു വെച്ചത്? ജനം അന്ധകാരത്തിലാണ്, അല്ലെങ്കിൽ ദേശത്ത് കൂരിരുട്ടാണ്, അവരുടെ നടുവിൽ എന്ത് സംഭവിച്ചു? ഒരു പ്രകാശം ഉദിച്ചു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. സെന്റ് പോൾ പറയുന്നു, മനസ്സിനെ അന്ധമാക്കി, അതുകൊണ്ട് സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമാകാതെ കടന്നുപോയി. ഇന്നത്തെ കാലഘട്ടത്തിന്റെ നടുവില് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ലോകത്തിന് എന്താണ് സംഭവിക്കുക? യേശുക്രിസ്തുവിന്റെ ജനനം എന്തിനാണ് എന്ന് മനസ്സിലാകാതെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവില് സാത്താനിക മണ്ഡലങ്ങള് മനസ്സിനെ അന്ധമാക്കി ഒരു അടിമത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ തികച്ചും അപക്വമായ മാനസികമായ വ്യാപാരങ്ങളിലൂടെ കടന്നുപോയി ആഘോഷങ്ങളിലേക്ക് മാത്രം മനസ്സിനെ ഒതുക്കിക്കൊണ്ട് ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ അതിൻ്റെ സത്യം ഉൾക്കൊള്ളാതെ കടന്നു പോവുകയാണ്. സെന്റ് പോൾ തൻ്റെ ജീവിതം എങ്ങനെയാണ് മാറി മറിഞ്ഞത് എന്ന് അപ്പസ്തോല പ്രവൃത്തികളിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. അവിടെ നിങ്ങൾ 9-ാം അധ്യായത്തിൽ നമുക്ക് മുന്നോട്ട് കടന്നു പോകുന്ന പല സ്ഥലങ്ങളിലും തൻ്റെ മാനസാന്തര കഥയെക്കുറിച്ച് സെന്റ് പോൾ പറയുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ അപ്പസ്തോല പ്രവൃത്തികൾ 22-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്. ദമാസ്കസിലേക്ക് കടന്നു പോകുന്ന ഒരു യാത്രയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ യാത്രയുടെ നടുവിൽ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന സെന്റ് പോൾ ഒരു വലിയ പ്രകാശം കാണുകയാണ്. ആ പ്രകാശത്തിൻ്റെ ആ പ്രകാശത്തെ കൂട്ടിമുട്ടിയ സാവൂൾ എന്ന ചെറുപ്പക്കാരൻ കുതിരപ്പുറത്തു നിന്ന് താഴെ വീഴുകയും താഴെ വീഴുന്ന സമയത്ത് ഒരു സ്വരം ശ്രവിക്കുകയും ആ സ്വരം തൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതുമായി നമുക്ക് കാണുവാൻ പറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ആ കൂട്ടിമുട്ടിയ സ്വരം ബെത്ലഹേമിൽ പിറന്ന, അല്ലെങ്കിൽ കാലിത്തൊഴുത്തിൽ പിറന്ന നസ്രായനായ യേശുക്രിസ്തുവിനെ ആണ് എന്ന് പിന്നീട് സെന്റ് പോൾ തന്നെ വ്യക്തമാക്കുന്നത് നമുക്ക് കാണുവാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ബെത്ലഹേമിൽ പിറന്നവൻ, മീഖാ പ്രവചനം 5:2 പറയുന്നുണ്ട്, ബെത്ലഹേം എഫ്ഫാത്ത എന്ന് പറഞ്ഞ് തുടങ്ങി ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ നിന്നിൽ നിന്ന് പുറപ്പെടുമെന്നൊക്കെ ആ ഒരു പ്രവചനം കടന്നു വരുമ്പോൾ അവൻ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ് എന്ന് മീഖാ പ്രവാചകൻ പറഞ്ഞ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവൻ, ആ പ്രകാശത്തിൽ ജനിച്ച വ്യക്തിയെ കൂട്ടിമുട്ടുന്ന സെന്റ് പോളിൻ്റെ സാവൂളിൻ്റെ ജീവിതം സെന്റ് പോളായി മാറി മറിയണമെങ്കിൽ ഇതുപോലൊരു സത്യത്തെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ നമ്മളും കൂട്ടിമുട്ടണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം സെന്റ് പോള് 2 കൊരിന്ത്യർ 4:4 പറഞ്ഞു വെച്ചു, മനസ്സിനെ അന്ധമാക്കി ഈ ലോകത്തിൻ്റെ ദേവൻ. സത്യം അറിയാൻ പറ്റാത്ത വിധത്തിൽ, സുവിശേഷത്തിൻ്റെ പ്രകാശം അറിയാൻ പറ്റാത്ത വിധത്തിൽ മനസ്സിനെ സാത്താനിക മണ്ഡലങ്ങൾ അടച്ചു കളഞ്ഞു. അപ്പോൾ ഈ സെന്റ് പോള് തന്നെ പിന്നീട് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 2 കൊരിന്ത്യൻസ് 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ സെന്റ് പോൾ തന്നെ പറയുകയാണ്, അന്ധകാരത്തിൽ നിന്നും പ്രകാശം ഉദിക്കട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം തന്നെയാണ് ക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്. ആ തേജസ്സിൻ്റെ ആ പ്രകാശമാണ് ഈ സാവൂളിൻ്റെ ഹൃദയത്തെ മാറ്റിമറിച്ചതും സെന്റ് പോളാക്കി മാറ്റിയതും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, മനസ്സിനെ അന്ധമാക്കിയ മേഖലകളിൽ ചില പ്രകാശം കടന്നു വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ഇന്ന് മാറി മറിയുകയുള്ളൂ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ എന്താണ് സെന്റ് പോൾ നമുക്ക് പറഞ്ഞു തരിക? അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് കൽപ്പിച്ച അല്ലെങ്കിൽ അരുളി ചെയ്ത ദൈവം. പോയിന്റ് നമ്പർ 1. 2, പോയിന്റ് നമ്പർ 2 ഇങ്ങനെ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവ തേജസ്. പോയിന്റ് നമ്പർ 3, ആ തേജസ്സാണ് അല്ലെങ്കിൽ ആ അറിവിൻ്റെ പ്രകാശമാണ്
ആ സാവൂൾ എന്ന ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തെ എന്താ പറയുന്നത്, ആ ഒരു പ്രകാശിപ്പിച്ചത്, അല്ലെങ്കിൽ ആ അറിവിൻ്റെ പ്രകാശമാണ് ജീവിതത്തെ മാറ്റി മറിച്ചത്. അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് അന്ധകാരത്തിൽ നിന്നും പ്രകാശം ഉദിക്കട്ടെ എന്ന് ദൈവം അരുളി ചെയ്ത മേഖല എവിടെയെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ അത് മറ്റെവിടെയുമല്ല, ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്ന ആദ്യത്തെ അധ്യായത്തിൽ തന്നെ നമുക്കിത് കാണുവാൻ പറ്റും. ഉൽപ്പത്തി 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന വചനത്തിന് ശേഷം രണ്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, ഭൂമി രൂപരഹിതമായിരുന്നു, അല്ലെങ്കിൽ പാഴായിരുന്നു, ശൂന്യമായിരുന്നു എന്ന് നമ്മൾ കാണുകയാണ്. പിന്നീട് അവിടെ എന്താണ് നമ്മൾ കാണുക? അവിടെ അന്ധകാരം നിറഞ്ഞു നിന്നു എന്ന് വചനം വ്യക്തമാക്കുന്നു. ഉൽപ്പത്തി 1:3 നമ്മൾ വരുമ്പോൾ അന്ധകാരം നിറഞ്ഞിരുന്ന ആ ഭൂമിയിൽ ദൈവം അരുളി ചെയ്യുകയാണ്, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന്. വെളിച്ചം നല്ലത് എന്ന് ദൈവം കാണുകയും ചെയ്തു എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ സെന്റ് പോൾ പറയുകയാണ്, അന്ധകാരത്തിൽ നിന്നും പ്രകാശം ഉദിക്കട്ടെ എന്ന് കൽപ്പിച്ച ദൈവം, ആ സംഭവം എന്ന് പറയുക ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ദൈവം അരുളി ചെയ്തു, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചം ഉണ്ടായി എന്ന് നമ്മൾ കാണുന്നുണ്ട്. ആ വെളിച്ചം ക്രിസ്തുവിന്റെ മുഖത്ത് വെളിവാക്കപ്പെടുന്ന ദൈവ തേജസ്സായി സെന്റ് പോളിനെ തിരിച്ചറിഞ്ഞപ്പോൾ ആ തേജസ്സിനെ കൂട്ടിമുട്ടിയ ആ സെന്റ് പോളിന്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടായെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, കാലിത്തൊഴുത്തിൽ പിറന്നു വീഴുന്ന ആ ഉണ്ണിയേശുവിന്റെ മുഖത്ത് വെളിവാക്കപ്പെടുന്ന ഒരു ദൈവിക പ്രകാശം ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുവാൻ പര്യാപ്തമാകുന്നില്ല എങ്കിൽ ഈ ലോകത്തിന്റെ അന്ധകാരം നമ്മുടെ ഹൃദയങ്ങളെ എന്നും മൂടിക്കൊണ്ടേ ഇരിക്കും എന്ന് നിങ്ങൾ തിരിച്ചറിയുക. കാരണം ഒരു സത്യത്തെ കൂട്ടിമുട്ടുവാൻ അന്ധകാരത്തിന്റെ ശക്തികൾ അനുവദിക്കത്തില്ല. ഈ ലോകത്തിന്റെ ഒരു ശക്തിയും യേശുക്രിസ്തുവിന്റെ മുഖത്ത് വെളിവാക്കപ്പെടുന്ന ദൈവ തേജസ്സിലേക്ക് നമ്മളെ നടത്തുകയില്ല, അതിനെ അനുവദിക്കത്തില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിനെ നിങ്ങളെ മാറ്റിമറിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ നിങ്ങളുടെ നെഞ്ചിലേക്ക് നിങ്ങൾ ഏറ്റെടുക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞ്, പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ഈ സത്യം ഉൽപ്പത്തി 1:3 വെളിപ്പെട്ട ദൈവ തേജസ്, അല്ലെങ്കിൽ ആ പ്രകാശം നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുമെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞാൽ ഈ ലോകത്ത് ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുവാനുള്ള ഒരു വലിയ അവസരമായി അത് മാറുമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇന്നെന്താ സംഭവിക്കുക? പ്രിയപ്പെട്ട ദൈവത്തിന് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക? ഇന്ന് യുദ്ധവും യുദ്ധത്തെക്കുറിച്ചുള്ള ശ്രുതികളും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, പലതരത്തിലുള്ള വേദനകളും പട്ടിണിയും രോഗവും, എന്താ പറയുക, എത്തിസം പോലെയുള്ള ദൈവമില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങളും, ലൈംഗിക അരാജകത്വങ്ങളും, മദ്യപാനവും മയക്കുമരുന്നും ഒക്കെ ലോകത്തെ ഇങ്ങനെ വരിഞ്ഞ് മുറുക്കുന്ന ഈ ഒരു കാലഘട്ടത്തിന് നടുവിൽ ഇപ്പോഴല്ലേ യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ അന്ധകാരമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്? ഇന്ന് എന്താ പറയുന്നത്, പരസ്പരം തിരിച്ചറിയാനാവാത്ത വിധത്തിൽ സഹോദരങ്ങൾ തമ്മിലടിക്കുമ്പോൾ, രാജ്യങ്ങൾ തമ്മിലടിക്കുമ്പോൾ, ഈ ഒരു കാലഘട്ടത്തിന് നടുവിൽ ഇവിടെയല്ലേ അന്ധകാരം, ഇവിടെയല്ലേ ക്രിസ്തു ജനിക്കേണ്ടത്? ഇതിനെക്കുറിച്ചല്ലേ യെശയ്യാ പ്രവാചകൻ 9:2 പറയുന്നത്, കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ ഒരു പ്രകാശം ഉദിച്ചുവെന്ന്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ആ പ്രകാശം എന്ന് പറയുക യേശു ക്രിസ്തുവാകുന്ന ജീവിക്കുന്ന ദൈവമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 9:1 നമ്മളൊന്ന് വന്നാൽ അതിനെ ഇച്ചിരൂടെ എന്താ പറയുന്നത്, നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് പ്രകാശിപ്പിക്കുവാൻ കുറച്ച് കാര്യങ്ങൾ അവിടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. അതിങ്ങനെയാണ് യെശയ്യാ 9:1, എന്നാൽ ദുഃഖത്തിലാണ്ടുപോയവളുടെ അന്ധകാരം നീങ്ങിപ്പോകും. ആദ്യകാലങ്ങളിൽ സെബൂലൂണിന്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിന് ഇരയാക്കി. എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ, ജോർദാൻ അക്കരെയുള്ള ദേശത്തെ ജനതകളുടെ ഗലീലയെ അവിടുന്ന് മഹത്വപൂർണമാക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനം ഒരു മഹത്തായ പ്രകാശം കണ്ടു എന്ന സത്യത്തെ യെശയ്യാ പ്രവാചകൻ വെളിപ്പെടുത്തുക. എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് പരിശോധിച്ചാൽ, യേശുക്രിസ്തു നസ്രത്ത് വിട്ട് സെബൂലൂണിന്റെയും നഫ്താലിയുടെയും അതിർത്തി യിലൂടെ കടന്ന് കഫർനാമിൽ യേശുക്രിസ്തു താമസിച്ചത് യെശയ്യായുടെ ഈ പ്രവചനത്തെ ഒന്ന് നിവൃത്തീകരിക്കാൻ വേണ്ടിയാണ്. പിന്നീട് നമ്മൾ അടുത്ത വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 15-ഉം 16-ഉം വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ പറ്റുന്ന ഒരു സത്യം അതിങ്ങനെയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ
ജോർദാന്റെ മറുകരയിൽ സെബുലൂൺ നഫ്താലി പ്രദേശങ്ങൾ, വിജാതീയരുടെ ഗലീലി, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം വ്യക്തമാക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനം പ്രകാശത്തെ കൂട്ടിമുട്ടി. എന്ന് വെച്ചാൽ ഇരുളിന് കീഴടക്കുവാൻ പറ്റാത്ത പ്രകാശം വഹിക്കുന്ന യേശുക്രിസ്തുവിനെ കൂട്ടിമുട്ടിയപ്പോഴാണ് ഈ പ്രവചനം, എന്താ പറയുക, യേശയ്യായുടെ ഈ പ്രവചനം നിറവേറുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ വിജാതീയരുടെ ഗലീലി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഒരു പ്രകാശം ഉദിച്ചു എന്ന് ബൈബിള് വ്യക്തമാക്കുകയാണ്. ജോർദാൻ നദിയിൽ സ്നാനമേറ്റ് ആത്മാവിൽ നിറഞ്ഞ് മരുഭൂമി അനുഭവത്തിലൂടെ കടന്നുപോയി പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിച്ച് യേശുക്രിസ്തു ഗലീലയിലേക്ക് കടന്നു ചെന്ന് എന്താ പറയുന്നത്, മറ്റൊരു സ്ഥലത്തേക്കും കടന്നു പോകാതെ സ്നാപക യോഹന്നാൻ തടവിലാക്കപ്പെട്ടു എന്ന സത്യം തിരിച്ചറിഞ്ഞ യേശുക്രിസ്തു ഗലീലയിൽ വന്നിട്ട് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം പഠിച്ചാൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. യേശുക്രിസ്തു ലോകത്തോട് ആദ്യമായി സംസാരിച്ച ആദ്യത്തെ വചനമെന്ന് പറയുക സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന സത്യമാണ്. എന്നാൽ ഇന്ന് ഈ സുവിശേഷം വിശ്വസിക്കാനാവാത്ത വിധം സകല ജനങ്ങളുടെയും മനസ്സിനെ അന്ധമാക്കിക്കൊണ്ട് അന്ധകാര ശക്തികൾ പ്രബലപ്പെടുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ഇപ്പോഴാണ് ലോകത്ത് അന്ധകാരം. ഇപ്പം അന്ധകാരം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യമായതിനാൽ നിങ്ങളുടെ ജീവിതം അതിലേക്ക് നിങ്ങൾ എന്താ പറയുക, തിരിച്ചു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തു ആദ്യമായി ഗലീലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കടന്നു ചെന്നത് കാനാവിലേക്കാണ്. ഹല്ലേലൂയ. വിജാതീയരുടെ ഗലീലി എന്നറിയപ്പെടുന്ന സ്ഥലം, അന്ധകാരം നിറഞ്ഞിരിക്കുന്ന സ്ഥലം, ജനം എഴുതിത്തള്ളിയിരിക്കുന്ന ഒരു സ്ഥലം, മരണത്തിൻ്റെ മേഖല എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം, അവിടെയാണ് പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ ഒരു ദീപ്തി, ഒരു പ്രകാശം ഉദയം ചെയ്തത് എന്ന് വചനം വ്യക്തമാക്കുക. യേശുക്രിസ്തു ആദ്യം കടന്നുപോയ ഗലീലി എന്ന് പറയുന്ന സ്ഥലം ഒരു പ്രതികൂലത്തിൻ്റെ സ്ഥലമാണ്. അന്ധകാരത്തിൻ്റെയും മരണത്തിൻ്റെയും ഒക്കെ നിഴലിലൂടെ കടന്നുപോയ ഒരു ജനം താമസിച്ചിരുന്ന, എന്ന് വെച്ചാൽ ടോട്ടലി എഴുതിത്തള്ളിയ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു മുഖമാണ് നമുക്ക് ഈ സ്ഥലത്ത് കാണുവാൻ പറ്റുക. ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ പ്രതികൂലങ്ങൾ കടന്നു വരാം, വേദനകൾ കടന്നു വരാം, നിരാശകൾ കടന്നു വരാം. നമ്മളെ ഒറ്റപ്പെടുത്തുന്നതും നമ്മളെ തള്ളിക്കളയുന്നതും നമ്മുടെ കുടുംബത്തിലും പ്രിയപ്പെട്ടവരും ഒക്കെ നമ്മളെ ഒഴിവാക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷെ ഓർക്കുക, ഏത് പ്രതികൂലത്തിന്റെ നടുവിലും, ആര് തള്ളിക്കളഞ്ഞാലും, ആര് ഒറ്റപ്പെടുത്തിയാലും, ഏത് രോഗത്തിന്റെ നടുവിലായാലും, ഏത് ബാധ്യതയിലൂടെ കടന്നു പോകുന്ന സമയത്തായാലും അടുത്തു വരുവാൻ ഒരു ദൈവമുണ്ട്. അവൻ ഹൃദയത്തിൽ ജനിക്കുവാനുള്ള സമയമായി എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഹല്ലേലൂയ. ആദ്യം ഈ ഗലീലയിൽ വന്ന് ആദ്യത്തെ അത്ഭുതം അല്ലെങ്കിൽ ആദ്യത്തെ അടയാളം യേശുക്രിസ്തു ചെയ്തത് കാനാവിലെ കല്യാണ വീട്ടിലാണ്. വീഞ്ഞ് തീർന്നുപോയ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയ കുടുംബത്തെ യേശുക്രിസ്തു എന്താ പറയുന്നത്, അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ നശിക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് ഉയർച്ച ഉണ്ടാകത്തില്ല, ഒരു മേൽഗതിയില്ല എന്ന് ആര് പറഞ്ഞാലും, പ്രിയപ്പെട്ടവരെ, ഏത് പ്രതികൂലത്തിലൂടെ കടന്നുപോയാലും, ഒറ്റപ്പെടുത്തിയാലും, ഇല്ലാതാക്കിയാലും അവിടെ കടന്നു വരുവാൻ ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇന്ന് നമ്മുടെ പ്രശ്നം എന്തു തന്നെയായിരുന്നാലും, അത് കുടുംബജീവിതത്തിലെ പ്രശ്നമാകാം, ആത്മീയ മേഖലയിലെ പ്രശ്നമാകാം, ബിസിനസ്സിലാകാം, തലമുറകളിലാകാം, എവിടെയും ആയിക്കോട്ടെ, ഏതു മേഖലയായിക്കോട്ടെ, ഈ ക്രിസ്മസിന്റെ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ, ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമായാൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തെ നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ
പറ്റും എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ജീവനില്ലാത്ത ഒരു അവസ്ഥയിൽ ജീവനേകുവാൻ കരുത്തുള്ള ഒരു ദൈവത്തിന്റെ സാന്നിധ്യം പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഈ ക്രിസ്മസിന്റെ കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. കാരണം എസെക്കിയേൽ പ്രവചനം 37:3 വചനം ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ 37:9 എസെക്കിയേൽ പറയുകയാണ്, ജീവശ്വാസം 4 ദിക്കിൽ നിന്നും കടന്നു വന്ന് ആത്മാവിന്റെ കാറ്റ് ജീവനില്ലാത്ത അസ്ഥികളുടെ മേൽ കടന്നു വന്ന് ജീവനേകിയെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ അടിമുടി മാറ്റമുണ്ടാക്കുന്ന വിധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ മേൽ അത്ഭുതം ചെയ്യാൻ പറ്റും. അതിന് പറ്റുന്ന ഏക കാരണമെന്ന് പറയുക യേശുക്രിസ്തുവിന്റെ ജനനമാണ്. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ ജനിച്ചാൽ യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കരുത്തേകും എന്ന് നിങ്ങൾ തിരിച്ചറിയുക. കാരണം ലോക ചരിത്രത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ഇടപെടുവാൻ കരുത്തുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് നസ്രായനായ യേശുക്രിസ്തുവാണ്. സകല മനുഷ്യരുടെ ജീവിതത്തിലും പ്രകാശം നൽകുവാൻ കരുത്തുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് നസ്രായനായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് ആ വലിയ ബോധ്യം നിങ്ങളുടെ ഹൃദയത്തിൽ എടുക്കണം. ഉൽപ്പത്തി 1:3 കടന്നു വന്ന വെളിച്ചത്തിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റി മറിക്കുവാൻ പറ്റുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത് വർണ്ണ, വർഗ, ജാതി, മത, ഭാഷ, ദേശ വ്യത്യാസമില്ല. ഒരു വ്യത്യാസവുമില്ലാതെ ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും ഇടപെടുവാൻ കരുത്തുള്ളത് ദൈവത്തിന്റെ വചനത്തിനാണ്. ആ വചനം മാംസം ധരിച്ച് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന യേശുക്രിസ്തുവിനാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. യേശുക്രിസ്തുവിന്റെ ജനനം ഇന്ന് ഹൃദയത്തിൽ നിങ്ങൾ ഏറ്റെടുത്താൽ, കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയെടുത്ത് വീഞ്ഞ് പ്രൊവൈഡ് ചെയ്യുവാൻ ദൈവത്തിന് പറ്റിയെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മേ ബഥാനിയായില് ചീഞ്ഞളിഞ്ഞ ലാസറിന്റെ ജീവിതത്തിൽ ചീഞ്ഞളിഞ്ഞ ലാസറെ നീ പുറത്തു വരുവാൻ കൽപ്പിച്ച ദൈവത്തിന്റെ അത്ഭുതം നിങ്ങൾക്ക് കാണുവാൻ പറ്റും. അതുപോലെ തന്നെ അതേ കുരുടരും മുടന്തരും നിരവധി രോഗികൾ ഗലീലായില് സൗഖ്യം പ്രാപിച്ചു. അനേകം രോഗികൾക്ക് സൗഖ്യം. ശിഷ്യന്മാരെ വിളിച്ച് വേർതിരിച്ചത് ഈ ഗലീലയിൽ വെച്ചാണ്. അവിടെയാണ് യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞത്, സമയം പൂർത്തിയായി. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, സുവിശേഷത്തിലുള്ള വിശ്വാസം നിങ്ങൾ ഏറ്റെടുത്താൽ, യേശു വിളിച്ചു പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 8:12 ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരു നാളും അന്ധകാരത്തിലായിരിക്കുകയില്ല. യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി പോലും അന്ധകാരത്തിലായിരിക്കുകയില്ല എന്ന് യേശുക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, എന്താണ്? അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി പോലും അന്ധകാരത്തിലായിരിക്കുകയില്ല, അവൻ്റെ മേൽ ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കുമെന്ന് യേശുക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ യേശുക്രിസ്തു ജനിച്ചിട്ടുണ്ടോ? നമ്മൾ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണോ? കാലങ്ങളായി എത്രയേറെ ക്രിസ്മസിന്റെ കാലഘട്ടം കടന്നുപോയി. എത്രയോ തവണ നമ്മൾ നിരവധിയായ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റെടുത്തു. പക്ഷേ അനുഗമിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ പണമോ നമ്മുടെ പദവിയോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലുമൊക്കെ മേഖലകൾ അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, യോഹന്നാൻ ശ്ലീഹ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് കടന്നു വന്നു. പക്ഷേ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ഈ വെളിച്ചത്തെ ആരും സ്വീകരിച്ചില്ല എന്നാണ് അടുത്ത വചനം വ്യക്തമാക്കുക. 10-ാമത്തെ വാക്യം പറയുന്നു, അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. തന്നെയുമല്ല, അവൻ സ്വന്തം ജനത്തിന്റെ അടുത്തേക്ക് വന്നു, പക്ഷെ ലോകം അല്ലെങ്കിൽ ആരും അവനെ സ്വീകരിച്ചില്ല. നമ്മുടെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവവുമായി നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഇനി സ്വീകരിച്ചില്ല എങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ കാലഘട്ടമെന്ന് പറയുക യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടമായി മാറുകയാണ്.
ഈ ലോകത്ത് നിന്ന് സൂര്യൻ ഇല്ലാതെയാകും, ചന്ദ്രൻ ഇല്ലാതെയാകും, ഈ ലോകത്ത് പ്രകാശം തരുന്ന സകലതും ഇല്ലാതെയാകും. പക്ഷേ ഈ ലോകത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു വെളിച്ചമുണ്ട്. അത് നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ദൈവിക തേജസ്സാണ് എന്ന് സാവൂൾ എന്ന ചെറുപ്പക്കാരൻ എന്താ പറയുക സെൻബോളായി മാറിമറിഞ്ഞതിന് ശേഷം നമ്മളോട് സംസാരിച്ചുവെങ്കിൽ ആ ഒരു വാക്യം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഏറ്റെടുക്കണം. എന്താ പറയുന്നത്? അന്ധകാരത്തിൽ നിന്നും പ്രകാശം ഉദിക്കട്ടെ എന്ന് കൽപ്പിച്ച അതേ ദൈവം തന്നെയാണ് ക്രിസ്തുവിൻ്റെ മുഖത്ത് വെളിവാക്കപ്പെട്ട ആ പ്രകാശം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഇന്ന് പ്രകാശിപ്പിക്കുന്നത് എന്ന് പറയുവാൻ സെൻറ്റ് പോളിന് സാധിച്ചുവെങ്കിൽ ആ പ്രകാശം മാത്രമേ ഈ ലോകത്തിൽ നിലനിൽക്കത്തുള്ളൂ. ആ പ്രകാശമാണ് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലേക്ക് കടന്നു വന്നത്. ആ പ്രകാശം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഈ ആകാശം മാറിയാലും ഭൂതലം മാറ്റപ്പെട്ടാലും ലോകം തന്നെ ഇല്ലാതെയായാലും നിങ്ങൾ ക്രിസ്തുവിൻ്റെ നെഞ്ചിലുണ്ടാകും എന്ന് നിങ്ങൾ തിരിച്ചറിയുക. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൻ്റെ നടുവിൽ ഈ ഒരു സന്ദേശം നിങ്ങളുടെ നെഞ്ചത്ത്, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു മാറ്റമുണ്ടാക്കുവാൻ സാധിക്കുമെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മേ എല്ലാം മറന്ന് നിങ്ങൾ ദൈവത്തിങ്കിലേക്ക്, യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് നിങ്ങൾ തിരികെ വരിക. പരിശുദ്ധ സഭയിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ, പരിശുദ്ധ കുർബാനയിലേക്ക് നിങ്ങളെ ചേർത്ത് വെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യും എന്ന ബോധ്യത്തിൽ ക്രിസ്മസിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക്, എല്ലാ നന്മകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഈ ഒരു വചനദീപ്തി ശുശ്രൂഷ ഇവിടെ എന്താ പറയുന്നത് നിങ്ങളെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തുടർന്നുകൊണ്ടേ ഇരിക്കും. ഈ ഒരു എന്താ പറയുക ശുശ്രൂഷയ്ക്കായി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഈ ഒരു ക്രിസ്മസിൻ്റെ സകല അനുഗ്രഹങ്ങളും, ദൈവത്തിൻ്റെ വചനം അനുവദിക്കുന്ന സകല അനുഗ്രഹങ്ങളും നന്മകളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, യേശുക്രിസ്തുവിൻ്റെ ജനനം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ, ആത്മാവിൽ യേശുവിനെ സ്വീകരിക്കുവാൻ, ഇനി അങ്ങോട്ട് വചനമനുസരിച്ച് ജീവിക്കുവാൻ, പരിശുദ്ധ രക്തത്തിൽ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച്, ദൈവവചനത്തിൽ ആശ്രയിച്ച്, പരിശുദ്ധ കുർബാനയിൽ ആശ്രയിച്ച് ദൈവമേ ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാം നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.